പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റബ്ബർ കൃഷി ചെയ്യുന്നതിനെ പറ്റിയാണ്. ആദ്യത്തെ പ്രാരംഭഘട്ടത്തെ പറ്റി. ഇപ്പോൾ നമ്മൾ ഒരു 2.5 ഏക്കർ സ്ഥലത്ത് നമ്മളിപ്പോൾ റബ്ബർ കൃഷി ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രാരംഭഘട്ടമായിട്ട് നമ്മൾ ഇവിടെ ഇത് ഫുള്ള് കാടായിരുന്നു. ഒരു 4-5 വർഷമായിട്ട് ഒന്നും ചെയ്യാതെ കിടന്ന ഒരു സ്ഥലമാണ്. അപ്പം ഫുള്ള് മരങ്ങളും കാടൊക്കെ ആയിരുന്നു. അത് വലിയ പണിയെടുത്ത് ഇത് ഒന്ന് കാട് കൊത്തിയെടുക്കാൻ വേണ്ടി മെഷീൻ ബാൾ വേണ്ടി വന്നു, വൈക്ക് മെഷീൻ വേണ്ടി വന്നു. നമ്മൾ ചെയ്ത് കാടെല്ലാം കൊത്തി വൃത്തിയാക്കി. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ കിടക്കുമ്പോൾ നമുക്ക് തീ കൊടുക്കണം. അറിയാം, വേനൽക്കാലമാണ്, തീയെല്ലാം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. കാരണം ചൂട് കൂടുതലാണ്. അറിയാം, നമുക്കിപ്പം 45 ഡിഗ്രിക്ക് മേലെ ചൂട് ഇപ്പോൾ നമ്മൾ അനുഭവപ്പെട്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ അതിന് തീ എങ്ങോട്ടും പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന് ഒരു ഫയർ ബെൽറ്റ് പോലെ നമ്മൾ ചുറ്റും ഉള്ള ചപ്പ് ചവറുകളെല്ലാം ഉള്ളിലേക്ക് മാറ്റി സൈഡ് ബോർഡർ ക്ലിയർ ആക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയാണ്. ഇപ്പോൾ ഒരു സൈഡ് താഴെ തീർത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ പടിഞ്ഞാറ് വശം തീർന്നു കേട്ടോ, നേരെ മേലെ വരെ അത് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്ലോട്ട് തന്നെ ഒരു 3 ആക്കിക്കൊണ്ട് തീ കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കൂടി ഇപ്പോൾ നമ്മൾ JCB വെച്ച് നമ്മളത് ചപ്പ് ചവറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു തീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ള ഒരാളുടെ പറമ്പിലേക്ക് ഒരു തീപ്പിരി വീണ് നമ്മൾ അവരുടെ അനുഭവങ്ങൾ നശിപ്പിക്കുന്നത് ശരിയല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, എങ്കിൽ തന്നെ നമ്മൾ അതിന് വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു തീ കയറി കഴിഞ്ഞാൽ നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, വെള്ളമൊന്നുമില്ല. ഒരു കുന്നിൻ്റെ പ്രദേശം മുകളിലാണ്. മേലെ വന്നു കഴിഞ്ഞാൽ വലിയ കുന്നൊന്നുമില്ല, താഴെയൊക്കെ ഭയങ്കര കുന്നാണ്, ഒരു ഇറക്കത്തിൽ കയറി വരുന്നത് ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ്. ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒന്ന് ക്രോസിനെ കൊടുത്തു, ഇനി ഇടയ്ക്കൂടെ ഒന്നുകൂടെ കൊടുക്കും. അങ്ങനെ പോഷമായിട്ട് തീ കത്തിക്കാൻ പറ്റത്തുള്ളൂ. അത് എല്ലാ ബോർഡറും കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ, ഈ തീ കൊടുക്കുമ്പോൾ പലർക്കും ഇത് അറിയത്തില്ല. കാരണം പണ്ട് കാറ്റിന് അനുകൂലമായിട്ട് പാറ്റുന്നൊരു ഉണ്ട്. അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ലേ, ശശിയേട്ടനാണ് നമ്മുടെ സുഹൃത്താണ്. ശശിയേട്ടാ, ശശിയേട്ടൻ്റെ അളിയൻ്റെ സ്ഥലമാണിത്. ശശിയേട്ടനാണ് ഇതെല്ലാം നോക്കി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാറ്റ് ഉള്ള അതിന് അനുകൂലമായിട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഈ കാറ്റ് പടിഞ്ഞാറുന്ന് വരുന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് തീ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കിഴക്കുന്നേ തീ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ പടിഞ്ഞാറ് തീ കൊടുത്താൽ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീ കയറി പിടിക്കുകയും ചെയ്യും, ആളി അങ്ങ് പോവും, കാറ്റ് മൊത്തം കത്തി അങ്ങ് പോകും, നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി പോകും. അപ്പം നമ്മൾ നെല്ല് മാറ്റുവാണെങ്കിൽ എപ്പോഴും ചെയ്യുന്നത്, കാറ്റ് പടിഞ്ഞാറുന്നേ പറ്റുള്ളൂ. കാരണം ആ നെല്ല് പതിര് പോകണമെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ തിരിച്ച് നിന്ന് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ സാഹചര്യങ്ങളും ചെയ്യേണ്ട രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ തീ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്ക് പ്രശ്നബാധിത പ്രദേശമാണെങ്കിൽ തീ കൊടുക്കുമ്പോൾ കാറ്റ് എവിടെ നിന്നോ വരുന്നോ അതിന് എതിർ ഭാഗത്ത് മാത്രമേ തീ കൊടുക്കാവുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ റബ്ബർ തോട്ടമാണ്, താഴെയും റബ്ബർ തോട്ടമാണ്, മേലെ റബ്ബർ തോട്ടമാണ്. കാരണം ഇതെല്ലാം ഉണങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ അത്രയും ക്ലിയറായിട്ട് ശ്രദ്ധയോട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്രയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് നാളെയായിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4-5 വർഷമായിട്ട് ഒന്നും ചെയ്യാതെ കിടന്ന ഭൂമിയാണ്. അല്ലേ ചേട്ടാ? 5 വർഷമായി ഇത് ഒന്നും ചെയ്യാതെ കിടക്കുന്നത്. അപ്പം നമ്മൾ അടുത്ത ഘട്ടത്തിൽ ചെയ്യാൻ പോകുന്നത്, ഇത് മൊത്തം കിളയ്ക്കാൻ പോവുകയാണ്. കിളക്കൽ പറഞ്ഞാൽ മൊത്തം ലൂസാകും, മണ്ണ് ലൂസാകും. ഈ കുറ്റിയും പേരൊക്കെ നിങ്ങൾ നോക്കിയാൽ വലിയ കുറ്റിയും പേരൊക്കെയാണ്. ഇത് കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതില്ലെങ്കിൽ തന്നെ മൊത്തം മണ്ണ് ലൂസാക്കിയിട്ട് കൃഷി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ റബ്ബർ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റും ഇതിൻ്റെ അടുക്കൂടെ പോകുന്നെങ്കിൽ ഇതിൻ്റെ വേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കുറ്റിച്ചേരി ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന റബ്ബറിൻ്റെ വളം വലിച്ചെടുത്ത് ആ ചെടി വളർന്നുകൊണ്ടിരിക്കും, റബ്ബറിന് വളർച്ച കുറയും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കുറ്റികളില്ലെങ്കിൽ തന്നെ നമ്മൾ മൊത്തം മണ്ണ് ലൂസാക്കി നമ്മൾ ലൈൻ അടിച്ച് ഫ്ലാറ്റ് ഓവർ എടുത്ത് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൂസാക്കിയ ഈ റബ്ബർ 2 ഫ്ലാറ്റ് ഓവറിൻ്റെ ഇടയ്ക്ക് നമുക്ക് വല്ല വാഴയോ ചേമ്പോ ചേനയോ പന്നിശല്യമൊക്കെ ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാം, കപ്പയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇത്രയേ പറയുന്നുള്ളൂ. ഇപ്പോൾ 2.5 ഏക്കർ സ്ഥലമാണ് ഇത്. ഇതിനകത്ത് നമ്മൾ 500 തൈയാണ് നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് RRI 105 ഇനത്തിൽപ്പെട്ട തൈയാണ്. അത് നമ്മൾ ഈ ബോർഡറിൽ ഈ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ബോർഡറിൽ കൊടുക്കാൻ പോകുന്നത് 430 ഇനത്തിൽപ്പെട്ടതാണ്. ബാക്കിയെല്ലാം 105 ആണ്. അത് അകലം നമ്മൾ കൊടുക്കുന്നത് 10 × 20 അടി അകലം എന്ന രീതിയിലാണ് ചെയ്യുന്നത്.
ഇതിപ്പോൾ നമുക്കറിയാം ചെരുവ് പ്രദേശമാണ്, ചെരുവാണ് ഈ മുട്ട പോലെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് ബെൻഡൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഇത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞ് ലൂസാക്കി കഴിഞ്ഞാൽ മാത്രമേ ഭൂമിയുടെ ഘടന ശരിക്കും തിരിയത്തുള്ളൂ. അതനുസരിച്ച് നമ്മൾ വെള്ളം പുറത്തു പോകാത്ത രീതിയിൽ നമ്മൾ ലൈനടിച്ച് നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് നമ്മൾ അടുത്തതായിട്ട് നിങ്ങളെ ഇനി സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഈ തൈ നടുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. വീണ്ടും കാണുന്നത് ബൈ.